സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും ശിഷ്യബുദ്ധിയെ നമിച്ചുകൊണ്ടും വേദിയിലും സഹസ്രയിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മൾ ഈ സത്സംഗങ്ങളിലും പലപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ നമ്മുടെ അറിവുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ നോക്കും. അല്ലെങ്കിൽ എല്ലാത്തിലും നമുക്ക് സംശയങ്ങൾ വരും. അപ്പോൾ മോളോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, അല്ലേ? ഓർമ്മയുണ്ടോ? എന്താ ചോദിച്ചത്? ഞാൻ ഇന്ന് അവളുടെ പിറന്നാളാണ്, അല്ലേ? പിറന്നാളല്ലേ? ആ, അപ്പം അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, എന്തിനാണ് പിറന്നാളിന് ഇവിടെ വരുന്നത് ഞാൻ ചോദിച്ചു. ഇല്ലേ? അറിയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിവുള്ളവരായി. ഓരോ കാര്യങ്ങളും ഗുരു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എല്ലാത്തിനും അടിസ്ഥാനമായ കാര്യങ്ങൾ. നോക്കിപ്പോൾ നമ്മൾ കുംഭമേളയ്ക്ക് പോകാൻ പോകും. ഈ വരുന്ന ശനിയാഴ്ച കുംഭമേള. എന്താണ് കുംഭമേള എന്ന് പറഞ്ഞാൽ? അറിയുന്നവർ പറയും, എന്താണ് കുംഭമേള? ശ്രീമതി ചേച്ചി ഉറങ്ങണം. എന്താണ്? വേഗം പറയും. ഇവിടെ വന്നിരുന്ന് പറയും. വേഗം പറയും. അല്ല, നിനക്കറിയണം പറയും. എന്നാലും എനിക്ക് എന്നേക്കാളും അറിവുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായി. എന്താണ് ഈ കുംഭമേള കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എത്രയോ കുംഭമേളകൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ കുംഭമേള കഴിഞ്ഞേ ഉള്ളൂ. എവിടെ കഴിഞ്ഞേ? പ്രയാഗിൽ, അല്ലേ? UP. പിന്നെ ഒറീസയിൽ നടക്കും കുംഭമേള. അപ്പൊ ഈ കുംഭമേളയുടെ പ്രാധാന്യം എന്താണ്? നമ്മുടെ കുംഭമേളയുടെ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നു. നമുക്ക് ഊണ് റെഡി ആയിട്ടുണ്ട്, കഴിക്കണം. എന്താണ് ശ്രീമതി അമ്മ എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നത്? ദൈവത്തിന് ആഗ്രഹമുണ്ടോ? ബ്രഹ്മത്തിന് ആഗ്രഹമുണ്ടോ? നിർഗുണ പരബ്രഹ്മമായ ബ്രഹ്മത്തിന് ഇങ്ങനെ ആഗ്രഹം വന്നു? എന്താണ് അറിയിപ്പ് കിട്ടിയത്? അതന്നെ, ദൈവത്തിന് ആഗ്രഹമുണ്ടോ എന്നല്ലേ ചോദ്യം. വീണ്ടും അല്ല, ദൈവത്തിന് മുകളെന്നാണല്ലോ വാക്ക് വന്നു. ഗുരുവിനേക്കാൾ മുകളെന്നായിരിക്കുമല്ലോ വാക്ക് വരും. അപ്പൊ പരബ്രഹ്മത്തിന് വന്നു എന്ന് പറയുമ്പോൾ പരബ്രഹ്മം നിർഗുണനാണ്. അവിടുന്ന് എങ്ങനെ വാക്ക് വരും? അല്ലെങ്കിൽ എങ്ങനെ ആഗ്രഹം വരും? വാക്ക് വരും. ആഗ്രഹം എങ്ങനെ വരുന്നതാണ് നമ്മുടെ സംശയം. ശ്രീശ്വരനാവുന്ന ഗുരുവിന്റെ താഴെ. പിന്നെ എങ്ങനെയാണ് അതിന്റെ മുകളിൽ വരുന്നത്? ശ്രീശ്വരപരമാത്മാവിന് പൂർത്തീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗുരുവിനെ ആനയിപ്പിച്ചു കൊണ്ടുവന്നത്. അതാണ് നമ്മുടെ പോണ്ടിച്ചേരി ഇരിക്കുന്ന, അല്ലേ, അദ്ദേഹം പറഞ്ഞത്. ശ്രീകൃഷ്ണനാൽ ആഗമിക്കപ്പെടുന്ന ഒരു മഹാ തേജസ് ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് അദ്ദേഹം അരവിന്ദ മഹർഷി പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ദർശനത്തെ കണ്ടതാണ്. അപ്പൊ അവിടെ ആര് പറഞ്ഞു? എന്തു പറഞ്ഞു? എന്താണ് പറഞ്ഞത്? അതിന്റെ പേരിൽ എങ്ങനെ കുംഭമേള വന്നു? ഇത് നമ്മൾ പഠിക്കണം. അറിയാം, ശരിക്കും പറയാൻ അറിയില്ല. ഇത് നമ്മുടെയൊക്കെ കുഴപ്പമാണ്. എനിക്ക് ഗുരുവിനോട് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ പറയാൻ അറിയില്ല. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഗുരു എന്ന് ചോദിച്ചാൽ, ബാലേട്ടൻ പണ്ട് മുതൽക്കേ ഗുരുവിൻ്റെ അടുത്ത് പോകുന്ന ആളാണ്. ബാലേട്ടൻ പപ്പപ്പേടി. അത് നമ്മൾ നിരന്തരമായ അറിവിലൂടെ നമ്മൾ പഠിക്കണം, അല്ലേ? എങ്കിലേ നമുക്ക് ഗുരു എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നവപൂജിതത്തെക്കുറിച്ച് പറഞ്ഞത്. ശ്രീമതി നവപൂജിതത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു. എന്താണ്? ഇന്നോളം വന്നിട്ടുള്ള ഒരു മഹാത്മാവിനും ത്രിമൂർത്തി അവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള കാര്യം. ത്രിമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ പലവരുടെ ഉള്ളിൽ ശിവൻ, ബ്രഹ്മ, വിഷ്ണു വരും. അല്ല, അത് 3 മതമാണ്. അതിൽ കയറി പിടിക്കരുത്. അത് പരസ്പരം തല്ലുകൂടുന്ന 3 മതമാണ്. ഇന്നത്തെ ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂതൻ അല്ലെങ്കിൽ ഹിന്ദു പോലത്തെ 3 മതങ്ങളായിരുന്നു. ഇന്നും അടിയാണ്. വൈഷ്ണുവിന്റെ ക്ഷേത്രം പൊളിക്കലാണ് ശിവന്റെ വിശ്വാസികളുടെ ശിവന്റെ ക്ഷേത്രം പൊളിക്കലാണ്
വൈഷ്ണവൻ്റെ ഇത് അതാണ് രാവണ രാമയുദ്ധം. അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ഇന്ന് കാണുന്നതിനേക്കാൾ ഏറ്റവും ഇരട്ടി ആൾക്കാർ മരിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ട് ഈ രണ്ട് മതത്തിന് വേണ്ടിയിട്ട്. അതല്ല, മറിച്ച് ജനിക്കുക, ജീവിക്കുക, മരിക്കുക എന്ന അവസ്ഥ വരെ പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരെ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ കർമ്മഗതി ഏതൊരു ധർമ്മത്തിൽ വന്നാലും ഇത് കടന്നു പോകാൻ പറ്റാത്ത വലിയൊരു ഗതികേട് 10 അവസ്ഥ കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്ന മഹാത്മാക്കൾ പോലും എവിടെ വിട്ടുകിടക്കുന്ന ഈശ്വര സന്നിധാനം കിടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ളവർക്കുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ കയറി വരുന്ന ജീവനെ ഇവർ കടത്തിവിടില്ല, എവിടെയെങ്കിലും കൊണ്ട് കുരുക്കും. യേശുവിനെ എങ്ങനെ കുരുക്കിയത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഒരിക്കലും അത്ഭുതം കാണിക്കില്ല. പല സമയങ്ങളിലും അദ്ദേഹത്തിന് അത്ഭുതം കാണിക്കാൻ വേണ്ടി പ്രകോപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവവാക്കിലാണ്, അപ്പത്തിലല്ല മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷേ കാനായിലെ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്തു? ചെറിയൊരു അത്ഭുതത്തിൻ്റെ ഭാഗം പറഞ്ഞു. അപ്പൊ ആള് കൂടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ദൈവത്തിന്റെ നാമത്തിൽ ഇരിക്കട്ടെ എന്നുണ്ട് അത് ചെയ്തു പോയി. പിന്നീട് അതിന് അദ്ദേഹത്തിന് മനസ്സിലായി, ചെയ്ത അവസ്ഥയായി. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ. ആർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ? ശിഷ്യന്മാർ പ്രാർത്ഥിക്കണം. അവിടെ അവരെന്ത് ചെയ്തു? ശിഷ്യന്മാരെ ഉറക്കി അദ്ദേഹവും ഒരുക്കി. അതാണ് കുരിശ് കടന്നിട്ട് അദ്ദേഹം കരഞ്ഞത്. ഏൽ ഏല സമാധിനി, ഏൽ ഏൽ പറഞ്ഞ ദൈവമേ ദൈവമേ നീ എന്തിനെ എന്നെ കൈവിട്ടു. നബിക്കായാലും നീ ശ്രീരാമനായാലും, ശ്രീരാമൻ എങ്ങനെ മരിച്ചത്? സരയൂ നദിയിൽ ഇറങ്ങിപ്പോയി. ഇന്നാണെങ്കിൽ കേസാണ്. അന്ന് കേസുണ്ടോ അറിയില്ല കേട്ടോ, അല്ല പറയാ. അതൊക്കെ എല്ലാ ശങ്കരാചാര്യൻ എങ്ങനെ മരിച്ചത്? ആരും പറയുന്നില്ല. 36-ാമത്തെ വയസ്സിൽ വ്യാസഗുഹ എന്ന് ഇന്നും ചാടുന്നില്ല പരമ്പര. നമ്മുടെ മോഹൻലാലിന്റെ സിനിമയിൽ അത് കാണിക്കുന്നത്. ഗംഗേ എന്നുള്ള പാട്ടുള്ള സിനിമ ഇല്ല, ഇവർക്കൊക്കെ അറിയാം. വേദം പഠിക്കാൻ പോയ ഇദ്ദേഹത്തിനൊക്കെ അറിയാം അല്ലേ? ശങ്കരവേദത്തിൽ അത് പറയുന്നത്. ശ്രീ എം അവിടെ ചാടാൻ പോയ ആളാണ്. അവിടെ നിന്ന് അദ്ദേഹം ഗുരുവിനെ കിട്ടും, മഹേശ്വര ബാബാജി. അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള സകല മഹാത്മാക്കൾക്കും ഒരു ഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ അവരെ പണി തീരും. ആർക്കും കടന്നു പോകാൻ പറ്റാത്ത ഒരു ചിട്ടിയാമ്പല എന്ന ഗുരു പറയും. ഒരു വല ഈ ആത്മീയത്തിലുണ്ട്. അതാണ് ഗുരു പറയുന്നത്. നിങ്ങൾ പറയുന്ന 27 നക്ഷത്രത്തിന് പകരം എത്രയോ കോടി നക്ഷത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതെങ്ങനെ കടന്നു പോകും? നാസിയും പറയുന്നത് കടക്കാൻ പറ്റില്ല. അത് മിൽക്കി വേ എന്നാണ് എന്നെ വിളിക്കുക. ഇത് നമ്മുടെ ജീവനെയും ഒരു തരത്തിലും ഉയരാൻ സാധിക്കില്ല. നമ്മുടെ വീട്ടിൽ നന്നായി നടന്ന ആള് കള്ളുടിക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചോ? നന്നായി പഠിക്കുന്ന കുട്ടികൾ പഠിക്കാതെ പരീക്ഷ പറഞ്ഞ് മയങ്ങിയുള്ളൂ. ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ നമ്മുടെ ആരാധനാമൂർത്തികൾ പണി തരികയാണ്. നന്നായി നടക്കുന്ന ബിസിനസ് 8 കട്ടയിൽ പൊട്ടിക്കും. ഓർത്തുകൊള്ളുക, നിങ്ങൾക്കുള്ള പണി തന്നിരിക്കുന്ന അവരാണ്. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മാനസിക രോഗം വരും. നമ്മുടെ കൂടെ ഇപ്പോൾ 2-3 പേരുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ബിടെക്കും എംടെക്കും കഴിഞ്ഞ് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴായിരിക്കും അവൻ അവിടെ ഇട്ട് കുരും. ഇതേപോലെ ആത്മീയത്തിൽ ഉയർന്നു വരുന്ന നല്ല ലെവലെത്തുമ്പോൾ അവിടെ വെച്ച് തീർക്കും. ഗുരുവിനെ ഈ ജന്മത്തിൽ പല സമയത്തും ഇതുപോലത്തെ സൂക്ഷ്മഭാവം ഗുരുവിനെ അറ്റാക്ക് ചെയ്ത്. ഒന്നാമത്തത് വന്നത് ഗുരു ജനിച്ചപ്പോൾ തന്നെ രോഗം കൊണ്ടുവന്ന് ഗുരുവിനെ കൊല്ലാൻ നോക്കി. 2, ഗുരുവിൻ്റെ ഒരു ശിവഗിരിയുടെ കാലഘട്ടത്ത് ഗുരു ലെറ്റർ എഴുതി എന്ന് പറഞ്ഞൊരു കുട്ടി ഇറങ്ങി വരികയും ആ കുട്ടിയെ കൊല്ലുകയും ചെയ്യും. ചില ദുഷ്ടശക്തികൾ അത് ഗുരുവിൻ്റെ തലയ്ക്ക് വെച്ച് കെട്ടാൻ നോക്കി. പക്ഷെ അന്ന് ഗുരു പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ.
പ്രസിഡന്റ് സ്വാമിയുടെ കുടുംബത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശിവഗിരിയിൽ വെച്ചിട്ട് പല പ്രാവശ്യവും ഗുരുവിൻ്റെ നേർക്കത് വരുന്നുണ്ട്, പല രീതി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുതൽ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായി. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഗുരുവിന് അറിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നു? ഒരു വീട്ടിലേക്ക് ഗുരു പോകുന്നു, ആ വീട്ടുകാർ ക്ഷണിച്ച ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വടിയും കത്തിയും കൊടുവാളായിട്ട് ഗുരുവിനെ കാത്തു നിൽക്കുന്ന ആൾക്കാർ. എന്താ കാരണം? ആ കുട്ടിക്ക് എഴുതിയിട്ടുള്ള ലെറ്റർ 6 കൊല്ലം കഴിഞ്ഞിട്ട് അന്ന് കിട്ടുക. അപ്പോൾ ഗുരുവിനെ എഴുതിയിരിക്കുക എന്താ? നീ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കണം, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ ഗുരുശിഷ്യ ബന്ധത്തിനെ അവിടെ എഴുതിയിരിക്കണം. അത് അവരെന്ത് ധരിച്ചു? വേറെ രീതിയിൽ. അപ്പൊ ഇതേപോലത്തെ അവിടുന്ന് ഗുരു തലനാലിരയ്ക്കാണ് രക്ഷപ്പെട്ടു വന്നു. ഇതിന്റെ കാരണം ഗുരുവിന് മനസ്സിലാവുന്നു. ഇത്ര സത്യസന്ധമായിട്ടും ധർമ്മമായും ജീവിച്ചിട്ടും നമ്മുടെ വിശ്വാസികൾ പലവരും എന്നോടൊന്നും പറയാറുണ്ട്, ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ടോ ഇല്ല ഗുരുവിന്റെ ഉത്തമ വിശ്വാസിയായി ഞങ്ങൾ ജീവിച്ചിട്ടും ഞങ്ങൾക്ക് വിഷമങ്ങളും കഷ്ടപ്പാടുകളാണല്ലോ. ഇതെന്നെ ഗുരു പറയുന്നു. ഈ സൂക്ഷ്മഭാവത്തിന്റെ ഈ അറ്റാക്ക് ബുദ്ധൻ പറഞ്ഞതെന്താ? വിശ്വസിച്ചാൽ മതി. ജൈനൻ പറഞ്ഞെന്താ? നീ എന്റെ ധർമ്മം സൂക്ഷിച്ചാൽ മതി. ഗുരു ചോദിച്ചു, ബുദ്ധനേക്കാൾ മുകളിൽ നിൽക്കുന്ന വൈശാശികം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. ശ്രീകൃഷ്ണൻ എത്രയോ അമ്പുകൾ തടുത്ത ആളാണ്, ബ്രഹ്മാസ്ത്രം വരെ തിരിച്ചുവിട്ട ആളാണ്. അദ്ദേഹത്തിന് എങ്ങനെ കൊന്നത്? സാധാരണ വേടന്റെ അമ്പ്. ഒന്ന് ആലോചിക്കും. വലിയ അസ്ത്രമൊന്നും പ്രയോഗിച്ചില്ല. ഇവിടെയാണ് ഗുരു ചോദിക്കുന്നത്, ഈ സൂക്ഷ്മത്തിന്റെ ഈ വലിയൊരു അപകടം ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഗുരു എപ്പോഴും പറയും. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ, ഈ ഇരിക്കുന്ന സമൂഹത്തിന് ഇപ്പൊ തിരിക്കാൻ ഒരു സെക്കൻഡ് കൊണ്ട് ഈ സൂക്ഷ്മത്തിന് സാധിക്കും. അതിലത്ര വലിയ ചട്ടിയാമ്പലയിൽ നിൽക്കുന്ന അതിശക്തരായ സൂക്ഷ്മഭാവങ്ങളാണ് അന്തർയാമികൾ. അവർ ദൈവത്തെ നോക്കി പോയവർ തന്നെയാണ്. അവർ യോഗത്തോടെ പോയിട്ടുണ്ട്, ഭക്തിയിൽ പോയിട്ടുണ്ട്, കർമ്മത്തിൽ പോയിട്ടുണ്ട്, ജ്ഞാനത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ആ കടന്നു പോകാനുള്ള വഴി അറിയില്ല. അവിടെ വെച്ച് നിന്നുപോയി നിൽക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ മനുപരമ്പരയിൽ, അതാണ് അമ്മയുടെ ഉത്തരം കേട്ടോ, അമ്മയ്ക്കുള്ള ഉത്തരം അതാണ്. മനുപരമ്പരയിൽ ദൈവനിശ്ചയപ്രകാരം വന്ന ഒരു മഹാത്മാവ് ഇതിന്റെ കാര്യകാരണം എടുത്തു നോക്കി തെറ്റിച്ചു. ഇവിടെ നിൽക്കുന്ന ഒരു സൂപ്പറണ്ട് എഞ്ചിനീയർ KSEBയിൽ വെക്കുക, അയാൾ തെറ്റായ രീതിയിൽ ഇവിടേക്ക് കറണ്ട് വിട്ടു, എന്ത് ചെയ്യും? അദ്ദേഹമാണ് ടോപ്പ് അല്ലേ, അദ്ദേഹമാണ് അധികാരി. അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആംബിയറിനെയും വോൾട്ടേജിനെയും മാറ്റിക്കൊണ്ട് കറണ്ട് വന്നു. എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും? പ്രശ്നമായി. ഉടനടി ഗവൺമെന്റ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ഓഫ് ചെയ്തു. 7 ചതുരൂപത്തോളം അങ്ങനെ പോയിക്കോട്ടെ വെച്ചു. അതിനുശേഷം വന്ന ഒരാൾക്കും ഈ കറണ്ട് ശരിയാക്കാൻ പറ്റുന്നില്ല. ഓൺ ചെയ്ത ഫീസ് അടിച്ചു പോകും, അഥവാ ബൾബ് കുറച്ചു നേരം കത്തി ഫാൻ കത്തിപ്പോകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് കർമ്മഗതികൾ പല ആചാര്യന്മാർ വന്ന് നമുക്ക് പറഞ്ഞു തന്നു. മുഹമ്മദ് നബി പറഞ്ഞു, ഈശ്വരനല്ലാതെ ഒന്നിനെയും ആരാധിക്കരുത്, ഈശ്വരൻ മാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടിയപ്പോൾ ജബ്രീലിന്റെ വാക്കും അള്ളാഹുവിന്റെ വാക്കും തിരിച്ചറിയാൻ പറ്റി, കുടുങ്ങി. പക്ഷെ ഇന്നത്തെ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ജബ്രീൽ എന്ന് പറഞ്ഞ മാലാഖിനെ. അതിന് നമ്മൾ തള്ളിപ്പറ എന്നെ വെടിവെച്ചു. ആ മഹാത്മാവിനെ പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞു. ഇങ്ങനെ വന്ന ആചാര്യന്മാർക്കെല്ലാം ഈ അബദ്ധം കാണാൻ പറ്റിയില്ല. ചതുർയുഗങ്ങൾക്ക് മുമ്പ് 25 ചതുർയുഗങ്ങൾക്ക് മുമ്പ് ഒരു മഹാഗുരു വരികയും ആ മഹാഗുരുവിന് ഈ മനുപരമ്പരയുടെ നന്മ തിന്മകൾ നോക്കിയും പ്രവർത്തനവും കർമ്മശേഷിയും നോക്കിയപ്പോൾ മുമ്പും പിമ്പും ഞാനേ ഉള്ളൂ, ആ ഗുരുവേ ഉള്ളൂ. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നോക്കുകയാണ്, വെറുതെ എടുത്ത് നോക്കണം. കേരള ചരിത്രം എടുത്ത് നോക്കുകയാണ്. മുമ്പും ഇവിടെ ഭരിച്ചതാരാ? കേരള മുഖ്യമന്ത്രിയാണ് അല്ലേ?
കേരള മുഖ്യമന്ത്രിമാരിൽ ഇവിടെ ഭരിച്ചിട്ടുള്ളൂ. ആണോ അല്ലേ? ഇനി വരാൻ പോകുന്ന കാലം ആരേ ഭരിക്കുള്ളൂ? മുഖ്യമന്ത്രിമാരെ ഭരിക്കുള്ളൂ. സത്യമില്ല, പാർട്ടി ഏതോ ആയിക്കോട്ടെ, ആരേ ഭരിക്കുള്ളൂ? മുഖ്യമന്ത്രിമാരെ. അപ്പൊ പറഞ്ഞു കേരളം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ അർത്ഥത്തിലാണ് ആ ഗുരുവിന് പറ്റിയ അബദ്ധം. അതൊരു ശാപമായി മാറിയെന്നാ പറഞ്ഞു. ആര്? ഈശ്വരൻ. അപ്പോ ഈ കർമ്മത്തിൽ നമുക്ക് അതാണ് ആ ഗുരുസിനിമയിൽ കാണിക്കുന്നത്. അന്ധന്മാരുടെ ലോകം. നമ്മളൊക്കെ അന്ധന്മാരാണ്. ആത്മീയതയില് അന്ധത ബാധിച്ചവരാണ്. നമുക്ക് കാലം മാറുന്നറിയില്ല, യുഗം മാറുന്നറിയില്ല. നമ്മുടെ ജീവന്റെ ശേഷിത്വം അറിയാത്ത നമ്മൾ പണത്തിന് വേണ്ടി ഓടുകയാണ്. അതെങ്ങനെ വർദ്ധിപ്പിക്കണം എന്നറിയില്ല. ഇതെല്ലാം കടന്ന് കുരുങ്ങുന്നു. ഒരാൾക്ക് രോഗം വരുന്നു, കാരണം അറിയില്ല. നമ്മൾ കുറെ മെഡിസിൻസ് കൊടുത്തു നോക്കും, രക്ഷപ്പെട്ടു. ഡോക്ടർ ഇരിക്കുന്നു, ചോദിച്ചു നോക്കും. ഇതിന്റെ എല്ലാം കാരണം ഈ ചതുർയുഗങ്ങൾ മുമ്പ് വന്നിട്ടുള്ള മഹാഗുരുവിന്റെ അബദ്ധത്തിൽ അന്ന് ദൈവം ഓഫ് ചെയ്ത ഒരു കറണ്ട് ഉണ്ട്. ഇത് ഗുരു കാണുകയാണ് തന്റെ ആത്മബലം കൊണ്ട്. അവിടം കൊണ്ട് ഗുരു തിരുത്താൻ തുടങ്ങി. അപ്പൊ ഈ കാണുന്ന സകലതും അതിനുശേഷം വന്നവരാണ്. ഈ കാണുന്ന സൂക്ഷ്മത്തിൽ നിന്നുകൊണ്ട് സകല മഹാത്മാക്കൾ ആര് വന്നാലും അവരെ തട്ടും. മനസ്സിലായോ? അപ്പൊ എന്തു? ദൈവം മുമ്പ് വന്ന് തോറ്റുപോയ ഒരാളെ ഫ്രണ്ടിൽ നിർത്തി. അതാരാ? മുമ്പ് വന്ന് കാലിൽ അമ്പ കൊണ്ട് മരിച്ചുപോയ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ഫ്രണ്ട് എന്ത് ചെയ്തു? അയാളുടെ ഫ്രണ്ട് എന്നിട്ട് അതിമാന തേജസ്സിനെ ആനയിപ്പിച്ചു. അപ്പൊ ഈ ആചാര്യന്മാരെല്ലാം നോക്കുമ്പോ ആരെ കാണുള്ളൂ? ഇത് നമ്മുടെ പഴയ ആള് വിട്ടു. പക്ഷെ ജനിച്ചതാരാ? സകലതരം തിരുത്താനുള്ള അതിമാനസ തേജസ്സിന്റെ ഒരു ജ്യോതി സ്വരൂപനായ സർവത്തിനും സന്നിധാനം കടന്നുപോയിട്ടുള്ള ആ പരബ്രഹ്മസ്വരൂപനായ ജീവൻ കടന്നുപോയിട്ടുള്ള ആ സത്യസ്വരൂപമാണ് നമ്മുടെ ഗുരു. എത്രയോ കോടി ജന്മങ്ങൾ. അപ്പൊ ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് അങ്ങേ ശ്രീകൃഷ്ണൻ അയക്കാൻ? ഞാനും ശ്രീകൃഷ്ണൻ അനേക ജന്മത്തിൽ ഗുരുശിഷ്യ ബന്ധവും. നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് കല്ലാർ ആശ്രമത്തിന്റെ പല ദർശനവശങ്ങൾ എടുക്കുമ്പോഴാണ് അത് വരും. അതുകൊണ്ടാണ് ഒരു ഘട്ടം വരെ ഗുരുവിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ശ്രീകൃഷ്ണൻ ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ സത്യജ്ഞാനൻ എന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ പറ്റിയ ന്യൂട്രൽ ഫേസിൽ തെറ്റിക്കൊടുത്തിട്ടുണ്ട്, അവിടം കൊണ്ട് തിരുത്തണം. ആ ജനറേറ്റർ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ തെറ്റിപ്പോയിരിക്കും. അപ്പൊ ആ ജീവന്റെ ഉൽപ്പത്തിയുടെ ആ കർമ്മത്തിൽ തന്നെ തെറ്റി 25 ചതുർയുഗമാണ് വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു. എണ്ണാൻ പറ്റുമോ? 10,47,00,000 വർഷമാണ് കടന്നുപോയിരിക്കും. ഇതിൽ വന്ന് ജനിച്ചിട്ടുള്ള സകലതും കുളം. ഇതിനെ എന്ത് ചെയ്യണം? തിരുത്തണം. ഇതിന്റെ ആദിയിൽ കണ്ടു ഗുരുവിന്റെ ഓരോ അവസ്ഥാ പൂർത്തീകരണം എന്ന് പറയും. എന്താണ് അവസ്ഥാ പൂർത്തീകരണം പറഞ്ഞാൽ? ഒരു ഗുരുപരമ്പരയുടെ കർമ്മത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന സകല സൂക്ഷ്മഭാവത്തെയും ഗുരുവിന്റെ പ്രകാശം കൊണ്ട് ഗുരു പൂർത്തീകരിച്ചെടുക്കുകയാണ്. അതിൽ നിലനിർത്തണ്ടേ നിലനിർത്തും, നശിപ്പിക്കണ്ടേ നശിപ്പിക്കും, ജനിക്കണ ജനിപ്പിക്കും. ഉദാഹരണം നമുക്കിങ്ങനെ എടുക്കാം. പാട്യം പഞ്ചായത്തിലെ സബ്സ്റ്റേഷനിലുള്ള സകല സ്ഥലവും ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ കേടുവന്ന് കിടക്കുന്ന കണക്ഷൻ മുഴുവൻ ആദ്യം ഊരിവിടും. ചിലതിന് വീണ്ടും കൊടുക്കും. കറക്റ്റാണ്, കുഴപ്പമില്ല അല്ലേ? അപ്പൊ തന്നെ ചാർജ് ചെയ്യാം. മറ്റേന്ത് ചെയ്യണം? റീവയർ ചെയ്യണം. ഇത് ഒരു ഘട്ടത്തിൽ ചെയ്യുന്ന ഇങ്ങനെ 27 പ്രാവശ്യം, 33 ചെയ്ത് മൊത്തം 27ാമത്തെ പ്രാവശ്യം ഇത് ചെയ്തപ്പോ ദൈവത്തിൽ നിന്നൊരു വാക്ക് വരികയാണ്. എന്താണ് അമ്മ വന്നത്? ഞാൻ യുഗങ്ങളായി എന്താഗ്രഹിച്ചത്? ഒരു മനുപരമ്പരയിൽ വന്ന ഗുരുവിന് എന്ത് തെറ്റാണോ പറ്റിയത് അത് അതേ ഗുരുപരമ്പരയിൽ വന്ന ഒരു ഗുരു തിരുത്തണം. ദൈവത്തിനൊരു സെക്കൻഡ് മതി ഗുരു. ഇത്രയുള്ള ഏത് മഹാത്മാവിനെയും ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അതിന്റെ അധികാരിയാക്കി ആരെ മാറ്റി? ഗുരുവിനെ മാറ്റി. ഇത് പറഞ്ഞു
ഗുരുവിൻ്റെ ഒരു സങ്കല്പം കൊണ്ട്, അതാണ് സ്വാത്വികനെയും ശിഷ്യപൂജനെയൊക്കെ പറയുന്നത്, ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു ഗുരുപരമ്പര എടുത്തപ്പോൾ അതിന് 14 ലക്ഷം കോടി അനുയായികൾ. ഇന്ന് ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ടെന്ന് ലോകത്ത്? 750 കോടി ജനങ്ങളെ. അതെത്ര? 14 ലക്ഷം കോടിയേക്കാണ് ഓരോ ഗുരുപരമ്പര. ഒന്ന് ആലോചിച്ച് നോക്കും ഇവന്റെ ശക്തി എന്തായിരിക്കും. ഭൂമിയിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ തട്ടിട്ട് കളയുന്ന പറഞ്ഞത്. അതിനെ ദൈവനിശ്ചയപ്രകാരമാണ് എടുത്ത് മാറ്റുന്നത്. എന്നിട്ട് ജനിപ്പിക്കേണ്ടതിന് ജനിപ്പിക്കാം, നശിപ്പിക്കേണ്ടത് നശിപ്പിക്കും, നിലനിർത്തേണ്ടത് നിലനിർത്തി. അപ്പൊ ദൈവത്തിൽ നിന്ന് എന്താ വന്ന് 9 തേരുക കുതിരകളുടെ തേര് വന്ന് ഈ പരമ്പരയെ വലം വെച്ചിട്ട് പോവുക. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇങ്ങനെയുള്ള രോഗങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഈ 25 ചതുർഗമായി വന്ന് ഇതുപോലെ മന്ദബുദ്ധിയാവുന്നവരും ഇതുപോലെ നശിച്ചു പോകുന്നവരും രോഗം വരുന്നവരും സകലതും മാറാൻ ഈശ്വരകാരുണ്യം കൊണ്ട് നമുക്കൊരു അനുവാദം കിട്ടി. എന്താണ് കിട്ടിയത്? കുംഭം എടുക്കാം. ഒരു കുംഭത്തിൽ എന്തൊക്കെ ഉണ്ടാവും? കുംഭം എടുത്തിട്ടുണ്ട് ആരെങ്കിലും? കുംഭത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഉറക്കെ പറ. കുംഭത്തിലല്ലേ ആരോ ഗുഡ്. എന്തൊക്കെ പറയും? എന്താ ഉറക്കെ പറയും. 144 റുപ്യ കൊടുത്ത് തലയിൽ വരുന്ന സാധനമാണ്. എനിക്കതൊന്നും അറിയില്ല അല്ലേ? അങ്ങനെയൊന്നും അല്ല. എന്താണ് അതിനുള്ളത്? ഒരു മൺകുടമുണ്ട്, ശരിയല്ലേ? അല്ലേ? എന്താ കുടത്തിന്റെ അർത്ഥം? അന്നമയ കോശം, ശരീരം. ഇതെപ്പോ വേണമെങ്കിൽ ഉടഞ്ഞു പോകും അല്ലേ? അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? കഷായം, ഇതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കഷായം ഒഴിക്കണം. കഷായം എന്താണ്? എൻ്റെ ജീവനെ പ്രതികരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? അതിനെ മഞ്ഞ തുണി കൊണ്ട് അല്ലേ? എൻ്റെ ആഗ്രഹമാവുന്ന വാസനപരമായ കർമ്മത്തെ പൊട്ടിക്കാനുള്ള മഞ്ഞ തുണി കൊണ്ട് ഞാനത് പൊതിയുന്നു. പൊതിയണ്ടേ? എന്നിട്ട് അതിലെന്ത് വെക്കണം? 3 തരം ഇലകൾ വെക്കണം. ആലില, മാവില, വെറ്റില, പ്ലാവിലെ. നീ എന്റെ കൂടെ നിന്ന് എന്നെ കേടുവരുത്തിട്ട. നീ ഇവിടെ ഒന്ന് പഠിക്കണം എന്നൊക്കെ. വെറ്റില കേട്ടോ. അമേരിക്കയിലാണ് എന്താണ് ചോദിച്ചാൽ വേറെ പറഞ്ഞൊന്നുമില്ല, അത് പിന്നെ പറഞ്ഞത്. അത് ഈ പ്രകൃതിയുടെ കാണിക്കുന്നു, പഞ്ചഭൂതങ്ങൾ അല്ലേ? എന്നിട്ട് അതിന് എന്താണ്? തേങ്ങ കൊണ്ട് ലോക്ക് ചെയ്യണം അല്ലേ? ലോക്ക് ചെയ്ത് കഴിയും. അത് ശരീരത്തിനെ ഈ 8 മൂലാധാരങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ ലോക്ക് ചെയ്യും. എന്നിട്ട് അതിനെ ആരാധന ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ദൈവം കാണിച്ചു. എന്താരാ ഡിസൈൻ ചെയ്ത്? നമ്മൾ ഡിസൈൻ ചെയ്താണോ? കുറേ പ്രാവശ്യം കാണിച്ചു തന്നു. സ്ഥൂലത്തില് സൂക്ഷ്മത്തില് ഇത് കാണിച്ചു തരും. ഗുരു ഓരോ പ്രാവശ്യം നിറച്ചു വെച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ തിരുത്തി അവസാനത്ത് ഫൈനലായി. എന്നിട്ട് ദൈവം പറഞ്ഞത് എന്താണ്? ഇന്നോളം വന്നിട്ടുള്ള ഏത് മഹാത്മാവിന്റെ പരമ്പരയായാലും ശരി, നമുക്കൊന്നും അറിയാത്തവരുണ്ട്. അപ്പൊ ശ്രീരാമന്റെയൊക്കെ മുന്നിലും ജനിച്ചവരുണ്ട്. കഴിഞ്ഞ കലിയുഗത്തിൽ ജനിച്ച ഇഷ്ടം പോലെ മഹാത്മാക്കളുണ്ട്. അതിന്റെ മുമ്പത്തെ കലിയുഗത്തിൽ ജനിച്ച ആൾക്കാരുണ്ട്. അതിന്റെ മുമ്പത്തെ കലിയുഗത്തിൽ ജനിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ 25 ചതുരവും എടുത്തു നോക്കും. ഇതിലൊക്കെ ജനിച്ച മഹാത്മാക്കൾ. ഇവരുടെയൊക്കെ കർമ്മഗതി മാറിക്കിട്ടണമെങ്കിൽ ആ ഗോത്രത്തിൽ നിന്ന് വന്ന ആൾക്കാർ കുംഭമെടുക്കണം. എത്ര കുംഭം എടുക്കണം എന്നാ പറഞ്ഞ? 12 കുംഭം നമുക്ക് അനുവദിച്ചു വന്നിരിക്കുന്നു. ആ കുംഭം എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാണ് എടുക്കണമെന്നാണ്. അല്ല, സൂക്ഷ്മഭാവം അറിയുന്നവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കുംഭത്തിന്റെ ചുറ്റും അതിൻ്റെ ഒരാൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ കളിക്കാതെ എത്രയോ സൂക്ഷ്മഭാവങ്ങൾ വന്ന് ഈ കുംഭത്തിൽ വന്ന് വീഴുന്നു. ആരുമല്ല, നിങ്ങളുടെ പ്രതിക്കളാണ് കേട്ടോ. നിങ്ങൾ വേറെ ആരാണെന്ന് വിചാരിക്കുന്നു പാടില്ല. നിങ്ങളുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, നിങ്ങൾ ആരാധിച്ച മച്ചിന്റെ മുകളിലെ ദൈവം, മച്ചിന്റെ താഴെയുള്ള ദൈവം, കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടി, എന്താണ് ആ ദൈവയുടെ പേര്? മച്ചിൽ വകുല്, മുച്ചൽ, എന്തു ആവട്ടെ, ആരും ആയിക്കോട്ടെ, ഇവരെല്ലാം ഇതിനെ ഒന്ന് തൊടുന്നവർ. എന്തിനു വേണ്ടിയിട്ടാ?
ആ ഗുരുപ്രകാശം നമ്മൾ ആരാധന ചെയ്തിട്ട് എടുക്കുക. എങ്ങനെ കുമ്പം എടുക്കുക അറിയോ? കുംഭത്തിന് മുമ്പ് ആരാധനയുണ്ട്, അറിയോ ആർക്കെങ്കിലും? യജ്ഞശാലയിൽ നിന്ന് വന്നിട്ടില്ല? വന്നിട്ടുണ്ടോ? ഇല്ല. യജ്ഞശാലയില് കുംഭത്തിനും ആരാധന ചെയ്യും. ഈ കഷായത്തിനും ഇതേപോലെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗുരുവിൻ്റെ അടുത്ത് പോയി സങ്കല്പം ചെയ്ത് വാങ്ങി കൊണ്ടുവന്ന് കഷായം ഉണ്ടാക്കുമ്പോഴൊക്കെ അത് ഇതേപോലത്തെ പല കാര്യങ്ങളും ചെയ്യാം. ആ കഷായമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പൊ ഇതുപോലെ എൻ്റെ 12 തലമുറയുടെ ഗതികേടുകൾ ഞാൻ പിടിക്കുകയാണ്. ആരിലൂടെ? ഗുരുവിലൂടെ. ചെറിയ കാര്യമാണോ? സാധിക്കില്ല. ഭഗീരഥ പ്രയത്നം ചെയ്തിട്ടും അഗസ്ത്യർ തലകളായി നിന്നിട്ടും സാധിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ പണിക്കന്മാർ തിരിച്ചും മറിച്ചും നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്യാൻ പറയും. എന്തെങ്കിലും ഫലിക്കുമോ? അനങ്ങില്ല. യേശുവിൻ്റെ പരമ്പരയിൽ ഇതിന് പല രീതി ചെയ്തു നോക്കും. ഇസ്ലാമികത്തിലും ചെയ്തു നോക്കും. അവര് ഈ ഹജ്ജിനൊക്കെ പോയ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഗുരു പറയുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് മാനസിക രോഗിയാവുക, പഠിക്കാൻ പറ്റാതെ വിറയ്ക്കുക, കൊണ്ടുവരാൻ. ഒരു ആൾ നല്ല രീതിയിൽ നടന്ന ആളാണ് പാലക്കാടിൽ. ചാർട്ടർ അക്കൗണ്ടറായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുക. കാല് താഴ്ത്താണ് പോയി. എന്താ കാരണം അവർക്കറിയില്ല. ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഗുരു ചോദിച്ചു, ഇന്നെന്ന് ആരാധനയൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇന്നല്ല നിങ്ങൾ ചെയ്യുന്നു? അതെ. അതിൻ്റെ ഫലമാണ്. ഇത് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് 2 സ്ഥലത്ത് പോകാൻ പറഞ്ഞു. അപ്പൊ അവർ ചോദിക്കുന്നത് എന്താ അറിയോ? ഒരു ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുമോ? ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയാവുമോ? നിങ്ങൾ എന്താ ചെയ്തോളാം. ഇതൊരു ഇഞ്ചക്ഷൻ എടുത്താൽ ഓപ്പറേഷൻ ചെയ്താൽ മാറുന്നതല്ലാതെ ഇത് അവന്റെ DNA-യിൽ തലമുറയ്ക്ക് മുമ്പ് അവനെ കുരുക്കാനുള്ള പരിപാടി അവരാരാധിച്ചു കൂടിയിരിക്കുകയാണ്. അവരുടെ ഒരു തലമുറയിൽ ഒരാൾ മന്ത്രവാദി കൂടിയാണ്. ചുട്ട കോഴി പറപ്പിക്കുന്നവർ. അതിന്റെ ഗതികേട് എങ്ങനെ കയറി വന്നു? ഇതേപോലെ തന്നെ ഓരോ കർമ്മം ചെയ്തതിൻ്റെയും ഗതികേടാണ്. ഒരു ഭ്രാന്തം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് തോന്നുന്നു. ചിറയൻകീഴ് ഭാഗത്ത് ഗുരു പറഞ്ഞു, ശിശു പറഞ്ഞു നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ആ ശ്രീനാരായണ ഗുരുവിനെ കാണും. എന്താ അതിന്റെ കാരണം? ശ്രീനാരായണ ഗുരു അസുഖങ്ങൾ മാറ്റാൻ പോകും പല വീടുകളിൽ. ഇവന്റെ മുത്തച്ഛൻ ആരായിരുന്നു? പരിക്രമിയായി. അപ്പോൾ വലിയ കിഴി കിട്ടി. ഒരു വീട്ടിൽ പോയപ്പോൾ ഭ്രാന്ത് മാറാൻ വേണ്ടിയുള്ള എടുത്ത് കൊടുത്തപ്പോൾ അവിടുന്ന് ഒരു വലിയ കിഴി കിട്ടി. അതാണ് സാറ് പറഞ്ഞത്, ഞാൻ പൈസ തൊടാറില്ല. വലിയ കിഴിയ കിട്ടിയത്. അപ്പോൾ തിരിച്ച് ശിവഗിരി എത്തിക്കഴിഞ്ഞാൽ ഈ പെട്ടിയും, ഇതൊരു പെട്ടിയാണെന്ന് പറഞ്ഞു, മരപ്പെട്ടിയിലാണ് ഈ മെഡിസിനൊക്കെ വെക്കുക. പെട്ടിയും കിട്ടിയ പൈസയൊക്കെ അവിടെ കൊടുക്കും. ശ്രീനാരായണ ഗുരുവിനെ ഏൽപ്പിക്കും. ഇപ്പൊ ഈ കിഴി കാണാനില്ല. ശ്രീനാരായണ ഒന്നും പറഞ്ഞില്ല എന്നാ പറഞ്ഞു. കിഴിയും രോഗവും നിനക്കിരിക്കട്ടെ. ആ തലമുറയിൽ മൊത്തം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ 10ാം ക്ലാസ്സോ +2, അന്ന് പ്രീ ഡിഗ്രിയാണ്, എത്തുമ്പോൾ 8ആവും. ഗുരു പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും. ശിവഗിരി ഇപ്പൊ എന്തോ ചെയ്യാൻ പറഞ്ഞു അവരോട്. അത് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് പറഞ്ഞു 12 കുമ്പ് കൊടുക്കാൻ. കാരണം ഇത് ദൈവം നിങ്ങൾക്ക് തന്നതാണ്. സകലത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ, സകല രോഗങ്ങളിൽ നിന്നും, സകല വിഷമതകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് കന്നിനാൾ. ഗുരുവിന്റെ തപോബലം കൊണ്ട് ഗുരു തന്റെ 27ാമത്തെ പൂർത്തീകരണം കഴിഞ്ഞപ്പോഴാണ് ഇത് കിട്ടുന്നത്. അന്ന് അവിടെ നടന്ന സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. അറിയില്ലേ? വെള്ളം കുടിക്കാൻ പാടില്ല പറഞ്ഞു, ആഹാരം ഉണ്ടാക്കരുത് പറഞ്ഞു, ആഹാരം കഴിക്കരുത് പറഞ്ഞു, പുറത്തു പോകരുത് പറഞ്ഞു. അറിയില്ല എല്ലാവർക്കും. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ണൂരുകാർക്ക് കാണാൻ പാടായിരിക്കുന്ന വിചാരിച്ചു. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? എല്ലാവരും വായു ഒളിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാം. ഇല്ല കുറേ പേരുണ്ട് കൈവെത്താതിരിക്കും. അത് ഗുരു ഇങ്ങനെ ഓരോരുത്തരുടെ അസുഖങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും മാറ്റുമ്പോൾ ഒരു ഘട്ടെത്തുമ്പോൾ അത് മാറുന്നില്ല. ചിലവരെ മാറും, പിന്നെയും വരും. അപ്പൊ ഗുരു ഒരു തീരുമാനം എടുത്തു, ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം.
നേരെ പർണശാലയിൽ കയറി. ഇന്നത്തെ നമ്മുടെ പർണശാലയിൽ അന്ന് ചെറിയൊരു കയറി ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി, പ്രകൃതി ഇളകാൻ തുടങ്ങി. ഈ കാണുന്ന നമ്മൾ കണ്ടതും കാണുന്നതും കേട്ടതും കേൾക്കാത്തതുമായ അനേക കോടി മഹാത്മാക്കൾ വന്നിട്ട് പറഞ്ഞു ഗുരുവിനോട് തപസ് ചെയ്യരുത്, നിർത്താൻ പറഞ്ഞു. ഗുരുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുവും പറഞ്ഞു അനങ്ങില്ല. അപ്പോഴാണ് അതീവ സത്യമായ ഒരു പ്രകാശത്തിന്റെ രൂപം ഗുരുവിന്റെ മുന്നിൽ ഗുരുവിന് കിട്ടുന്നത്. അപ്പോൾ ആ പ്രകാശം പറയുന്നത് എന്താ? ഒരുപാട് വിഷമിച്ചില്ലേ, സാരില്ല, എല്ലാം ശരിയാവും. അപ്പോഴാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു, ഇത് ബ്രഹ്മമാണ്, ഈ വാക്കല്ലാതെ ഒന്നും നമ്മൾ വിശ്വസിക്കരുത്. ഈ പ്രകാശം നിന്ന് കിട്ടുന്ന വാക്കല്ലാതെ ഒന്നിനെയും എടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ 6ന് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ വരാം, എല്ലാവരും തയ്യാറായിരിക്കാൻ പറഞ്ഞു. ആഹാരം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് പറഞ്ഞു. പുറത്തിറങ്ങിയവർക്ക് അടി കിട്ടി, ചെകിട്ടൊക്കെ പോയി എന്നാ പറഞ്ഞു. അപ്പുറത്തെ കിണറ്റ് വെള്ളം എടുത്ത് കോരി കുടിച്ചു. ഈ എന്താ പറയുക, ഗുരു പറയണത് പച്ച കളറിലാണ് ഛർദ്ദിക്കും. അത് കഴിഞ്ഞു ദൈവം വന്നിട്ട് പറഞ്ഞു, ഇനി പേടിക്കണ്ട, എല്ലാം കിട്ടും, ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്യപ്പോഴാണ് ഇതിന്റെ കാര്യകാരണം കാണിച്ചു കൊടുക്കുന്നത്. 25 ചതുരങ്ങൾ മുമ്പ് വന്ന തെറ്റിന്റെ ആ വെരുപ്പവും ആ മഹാത്മാവ് ചെയ്ത തെറ്റിന്റെ കുഴപ്പവും എല്ലാം കാണിച്ചു കൊടുക്കുക. ഇതിന്റെ എല്ലാം തിരുത്താനുള്ള അധികാരം ഗുരുവാണെന്നൊക്കെ ഗുരുവിന് കാണിച്ചു കൊടുക്കും. അവിടെയാണ് ഗുരുവാണ് ദൈവം, അല്ലേ? വാക്കെന്താണ്? അല്ലേ? വാക്ക് സത്യമാണ്, സത്യമാണ് ഗുരു എന്ന അവസ്ഥ. ഗുരു തന്നെയാണ് ദൈവം എന്ന് ഇവിടെ നിന്നാണ് ഗുരുവിന് തെളിയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞുവെങ്കിലും, അവധൂതം പറഞ്ഞുവെങ്കിലും അതിന്റെ പൂർത്തീകരണം വന്നത് ഈ അവസ്ഥാ പൂർത്തീകരണത്തിൽ ഇത് കാണുമ്പോഴാണ്. അതിന് ഗുരു പറയുന്നത്, ഈ മനുഷ്യത്തിന്റെ ഭൂമിയുടെ ഒരേ കാലഘട്ടം നോക്കിയപ്പോൾ ആദ്യത്തെ 7 മന്വന്തരം ഒരു കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. ഈ മന്വന്തരത്തിന്റെ 4ാമത്തെ ചതുർമ്മളാണ് തെറ്റി കയ്യിൽ പോയി. അവിടുന്ന് 25 ചതുർ ഇരുട്ടാണെന്ന് പറഞ്ഞു. സൃഷ്ടി പോലും നടന്നിട്ടില്ല. പിന്നെ നടന്ന ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മം. നമ്മൾ ബ്രഹ്മാവ് എന്നൊക്കെ വിളിക്കുന്നില്ലേ, അത് സ്വയംഭൂവ, അതും തെറ്റി. പിന്നെ വന്നതാണ് ശിവൻ എന്ന് പറഞ്ഞ മഹാഗുരു, തെറ്റി. പിന്നെ വന്നാണ് വൈഷ്ണവൻ എന്ന് പറഞ്ഞ വിഷ്ണു എന്ന് പറഞ്ഞ തെറ്റി. ഇവർക്കൊന്നും ഇതിന്റെ അടിസ്ഥാനം അറിയാതെ ഞങ്ങളിവിടെ കഷ്ടപ്പെടുന്നത്, ആ സ്ത്രീകൾ താമസിക്കുന്ന അവിടുത്തെ ലൈറ്റ് ഓഫ് ആവുന്നില്ല, കാരണം അറിയാതെ പലവരും ചെക്ക് ചെയ്യും, എന്നാലും 10 മിനിറ്റ് കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആവും. എന്താ കാരണം അറിയില്ല. തിരിച്ചും മറിച്ചും ഇവിടുത്തെ ആൾക്കാർ നോക്കുന്നുണ്ട്. ഇതുപോലെ കാരണങ്ങൾ അറിഞ്ഞില്ല. ഇത് ഇരുട്ടായിട്ട് തന്നെ പോവുകയാണ്. ഈ ഗതികേടിന്റെ ആ ഇരുട്ടിന്റെ അറ്റത്ത് വന്ന പ്രകാശമാണ് നവോല്. അപ്പോഴാണ് ഗുരുവിന് മനസ്സിലാവുന്നത്. പിന്നെയാണ് ഗുരു ഇതിനെ തിരുത്താൻ തുടങ്ങി. അപ്പൊ ആദ്യം ഗുരുവിന്റെ പ്രകാശം പിടിച്ച് നമ്മുടെ ശിഷ്യഭൂതിയും ഇതുപോലത്തെ ജന്യന്മാരും ഒന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം പോകുന്നു. അതാണ് കന്നിനാലിന്റെ പ്രാധാന്യം. അവിടെ നിന്ന് അങ്ങടാണ് ഗുരുവിന്റെ ഒരു അവസ്ഥാപൂർത്തിയും നടന്നു. ഈറനെടുത്തുകൊണ്ട് ഗുരുവിനെ ആരാധിക്കുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു. അതാണ് ആ പീഠം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പീഠം എവിടെ ഇരിക്കണമെന്ന്? പീഠ റൂമുണ്ട്, കണ്ടിട്ടുണ്ടോ? ശിഷ്യഭൂതിയെ കാണാൻ പോലും ഇപ്പൊ നിൽക്കണില്ല. നിങ്ങൾ ജന്യെ കാണാൻ പോയി നിൽക്കണില്ല അല്ലേ? ആ സൈഡിൽ ഒരു റൂമുണ്ട്, കണ്ടിട്ടുണ്ടോ? ചെറിയൊരു വാതിലുണ്ട്, അതിലുള്ളുണ്ട്. നല്ല വൃത്തിയായി പണ്ട് ഞാനായിരുന്നു അത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുക. ആ റൂം അതിലിരുന്നു കൊണ്ടാണ് ഗുരു അത് സ്വീകരിച്ചിരുന്നത്. അതിനത്ര പവർഫുള്ളാണ്. അവിടെ വേറെ ആരും കേട്ടില്ല. ആ കർമ്മത്തിന്റെ പൂർത്തീകരണമായി ഇതിനെല്ലാം ശുദ്ധീകരിക്കാൻ തുടങ്ങി ഗുരു. അപ്പൊ നമ്മൾ പോകുമ്പോൾ, ഞാനൊരു ശിഷ്യനായി പോകുമ്പോൾ ഗുരു ആദ്യം ചെയ്യാൻ എന്താ നോക്കുക? ഈ ഇവർ വരാനുള്ള കാരണം, ഞാനുമായി ജന്മാന്തര ബന്ധം, ഇതിൽ എന്തെല്ലാം തരത്തിൽ ഇവർ ആരാധിച്ച് തെറ്റിപ്പോയിട്ടുണ്ട്, ഇത് ഏതെല്ലാമാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ഈ ആളെ ഉപദ്രവിക്കുന്നത്, ഇത് ഗുരു നോക്കുക. എന്നിട്ട് എന്താ നമ്മളോട് പറയുക? പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ
അപ്പം നമ്മൾ പറയും കാലിന് വേദനയാണ്. എടാ, അത് ഇങ്ങനെ ഒരു ആരാധനാ ദോഷം നിങ്ങളുടെ ഉണ്ട്. ഗുരുവെ അടുത്തെന്താ പറയുക? സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അത് ഇന്നാണ് നമ്മൾ പറഞ്ഞു തരും. ഓരോന്നും നമ്മുടെ ആരാധനാമൂർത്തികളിലും നമ്മുടെ കർമ്മത്തിലും വന്ന തെറ്റിനെ എടുത്ത് കാണിച്ചു തരും. ഏതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ കിഴി എടുത്ത് അവനോട് പറഞ്ഞു കൊടുത്തു. ഇത് എവിടെ കൊണ്ട് വന്ന തെറ്റാണ്? അല്ല, എനിക്ക് ഭ്രാന്ത് വന്നൊരിക്കൽ അതിൻ്റെ എവിടെ തെറ്റ് കിടക്കണം? എൻ്റെ 4ാം തലമുറയിൽ വന്ന തെറ്റാ. ഇവിടം കൊണ്ടാണ് ഗുരു നമുക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഏതു കാര്യം നിങ്ങൾ എടുത്തു, ലഹള, ബഹളം, സമ്പത്ത്, അതിസമ്പത്ത് വരുന്നു, രണ്ടും കേട്ടോ. ഞാൻ ഈ മോശം പറയും, ഭയങ്കര പണക്കാരായി പോകുന്നവരോടും ഗുരു പറഞ്ഞിട്ടുണ്ട്, എടാ ഇന്നതാണ് അതിന്റെ കാരണം, അത് നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ ഒരു MP, പാലക്കാടിലെ MP ഗുരുവിന്റെ അടുത്ത് വന്നു. വിജയരാഘവൻ എന്നാണ് പേര്. അപ്പൊ ഗുരു പറഞ്ഞു, നീ ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പത്തിൽ ജനിച്ചാൽ. അപ്പോൾ എൻ്റെ അച്ഛൻ ഗുരു അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുത്തു. എന്താണ്? ശ്രീനാരായണ ഗുരു യാക്കര എന്ന സ്ഥലമുണ്ട് പാലക്കാട്, അവിടെ ശിവപ്രതിഷ്ഠ ചെയ്ത ശ്രീനാരായണ ഗുരു. അതിനുവേണ്ടി ഒലവക്കോട് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അന്ന് ഈ ശ്രീനാരായണ ഗുരുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും വരാറില്ല കേട്ടോ. ആരേ വരുള്ളൂ? ചില ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രം അതിൻ്റെ പ്രമുഖരാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ ഈ സ്വീകരണ തിരക്കിനിടയിൽ ഇതാരും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്ത് ചെയ്തു? ഓടി സ്റ്റേഷന്റെ പുറത്തേക്ക് പോയിട്ട് ഈ ഇങ്ങനെ ഗോട്ടിയുള്ള സോഡകളുണ്ടോ, അങ്ങനെ പണ്ടൊക്കെ ഉള്ളത്, അതിന് 3-4 എടുത്തുകൊണ്ട് വന്നിട്ട്, അപ്പോഴേക്കും ശ്രീനാരായണ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു വരികയാണെന്ന് പറഞ്ഞു. ഇത് പൊട്ടിച്ചു കൊടുത്തു. അദ്ദേഹം 2-3 സോഡ കഴിച്ചു എന്ന് പറഞ്ഞു. നോം ദാഹം തീർന്നിരിക്കുന്നു, വളരെ സന്തോഷമായി. രാജ്യം പറയുന്നൊരു മകൻ നിനക്കുണ്ടാവും. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 58 വയസ്സായി, ഭാര്യയ്ക്ക് ഏകദേശം 53 വയസ്സായി. സാരില്ല, ആ 53 വയസ്സായ അമ്മ ഗർഭിണിയെ. അങ്ങനെ ജനിച്ച ആളാണത്ര ആര്? ഈ വിജയരാഘവൻ പറഞ്ഞാണ്. ഇതാരാ പറഞ്ഞു കൊടുക്കണം? അപ്പൊ ജയ് ഹിന്ദു ആര്? അദ്ദേഹം ഗുരുവിന് പാലക്കാട് സംഭവം ചോദിച്ചു. ഇതുപോലെയാണ് നമ്മളെല്ലാവരും. നമ്മൾ ജനിച്ചതും നമ്മൾ ജനിക്കാനുള്ള കാരണവും നമ്മൾ എന്താണ് ഇങ്ങനെ ആവാനുള്ള കാര്യം ഗുരു പറഞ്ഞു തരും. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ അതിലേക്ക് കയറോ? ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യകാരണങ്ങൾ ഗുരു അവിടെ പറഞ്ഞു തന്നിട്ട്. ഒരു മരത്തിന്റെ ഇത് മനസ്സിലാക്കാനുള്ള അറിവ് 25 ചതുരം മുമ്പ് നമുക്ക് അന്ധരായി. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ഈ അന്ധത നമ്മൾ എവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്? വിശ്വാസത്തിൽ ഉറപ്പില്ലാതിരിക്കുക. അതാണ് സത്സംഗത്തിൽ വരുമ്പോഴും ഇവിടെ വരുമ്പോഴും നമ്മൾ ചടങ്ങ് പോലെ ചെയ്യും. അല്ല, നമ്മളിപ്പോ മനസ്സിലായ ഇത് ചടങ്ങല്ല, പിറന്നാൾ ചടങ്ങല്ല, കുംഭമേള ചടങ്ങായി എടുക്കരുത്. എൻ്റെ 7 ഇങ്ങോട്ടും 7 അങ്ങോട്ടുമുള്ള സകല വിധത്തിലുള്ള ആരാധനാമൂർത്തികളും എൻ്റെ ബൃതുക്കളും എൻ്റെ ജീവൻ അനേക കോടി ജന്മത്തിന്റെ സകല ഗതികേടും ഈ കുംഭം എടുക്കുന്നതോടെ നീങ്ങണം. 12 രാശിയുടെ കണക്കിൽ 12 കുംഭം നമ്മൾ എടുത്തേ പറ്റും. ഏത് മാറാരോഗങ്ങളും മാറും. ദൈവം തന്ന വാക്കാണ്. നമ്മൾ ഗ്യാരണ്ടി ഒന്നും ശാന്തിഗിരി എഴുതി ഉണ്ടാക്കിയതല്ല, ഈശ്വരൻ പറഞ്ഞ വാക്കാണ്. എൻ്റെ വ്രതം തുടങ്ങിക്കഴിഞ്ഞു. വ്രതം പറഞ്ഞ എന്താ? മത്സ്യാഹാരം ഒഴിവാക്കുക, അല്ലേ? ലഹള കൂടാതിരിക്കുക. ഭർത്താവും ഭാര്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള കൂടരുത്, അല്ലേ? സങ്കല്പമില്ലാത്ത ആഹാരം അധികം കഴിക്കാതിരിക്കുക. ഇതൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മുടെ സന്ധ്യാമ്മയെ പോലെയോ ശ്രീമതി അമ്മയെ പോലെയോ ഡോക്ടറെ പോലെയോ നമുക്ക് ആ ജോലിക്ക് പോകേണ്ടവരാണ്. രക്ഷയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ദിവസം മുമ്പ് ആശ്രമത്തിലെത്തുക. ഒരു ദിവസം മുഴുവൻ ആഹാരം എവിടുന്ന് കഴിക്കുക? ആശ്രമം മതി. അതുകൊണ്ടാണ് ആശ്രമത്തിലുള്ളവർക്ക് വ്രതം വേണ്ടാന്ന് ഗുരു പറഞ്ഞു. ആ കർമ്മം എടുത്ത് കുംഭം എടുത്ത് സമർപ്പിച്ച് അന്ന് രാത്രി ഉറങ്ങരുത്. ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ലഹള ഉണ്ടാക്കരുത്.
ഓരോ കുംഭം എടുക്കുമ്പോഴും നമ്മുടെ ഓരോ വാസന നമ്മൾ ഒഴിവാക്കണം. ഇറങ്ങി പറഞ്ഞ ഭാര്യയായിട്ട് ഇടപെടരുത്, മക്കളായിട്ട് ബഹളം വെക്കരുത്, അത് ഇതുകൊണ്ടൊന്നും ചെയ്യരുത്. വീണ്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും ചിന്തയിലും എല്ലാവിടെയും എൻ്റെ തലമുറയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ദാരിദ്ര്യം, തലമുറയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ഭ്രാന്ത്, തലമുറയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ഈ കഷ്ടകാലം, തലമുറയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള സമ്പത്ത്, തലമുറയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള പ്രസിദ്ധി, അല്ലേ? മോഹൻലാലിനോട് ഗുരു പറഞ്ഞതാണ്. പ്രസിദ്ധിയാണ് അയാൾക്ക്, എത്രയോ ലോകം ജനങ്ങളാളെ അറിയും, അല്ലേ? ഇതെല്ലാത്തിനും കാര്യകാരണം ഗുരു പറഞ്ഞു കൊടുക്കുക. ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനാണ് ഗുരു പറയുന്നത്. അതുകൊണ്ട് ഈ വരുന്ന കന്നിനാലിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ പോകണം. 2:40 ഞാൻ കൂടുതലതിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് ആഹാരം കഴിക്കും. ഞാൻ ആഹാരം കഴിച്ചുകൊണ്ട് എനിക്ക് നിൽക്കാൻ സുഖമുണ്ട്. ഞാൻ കല്യാണം വീട്ടിൽ പോയി നല്ല ഫുഡ് അടിച്ചിട്ടാണ് വന്നിരിക്കും. നിങ്ങളങ്ങനെയല്ല, നിങ്ങൾ വിശന്നിട്ടായിരിക്കും, അവിടെ ഉറക്കം വരുന്നു പലരും. അപ്പോൾ ഈ കന്നിനാലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നിങ്ങൾ ആരാധിച്ചവയ്ക്ക് നിങ്ങൾ മോചനം കൊടുക്കാൻ പോകും. നിങ്ങൾ ആലോചിച്ചു, ഞാൻ നിങ്ങൾ ഇന്നലെ വരെ ദൈവമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പുഷ്പാഞ്ജലി കഴിച്ചാൽ നിങ്ങൾ ക്ഷേത്രത്തിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെന്തോ ആയിക്കോട്ടെ, അതിന് മോചനം കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഗുരുപരമ്പരയില്ല, നിങ്ങൾക്കാണ്. അതിവിടെ അടുത്ത 2 ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോഴിക്കോട് ക്ഷേത്രത്തിൽ കാണാൻ പറ്റും. വേണ്ട, വൈക്കം ക്ഷേത്രത്തിലുണ്ട്. നിങ്ങൾ പിന്നെ പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിലില്ല അതിനെക്കുറിച്ച്. ഇതെല്ലാം ഗുരു തന്റെ ശിഷ്യന്മാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. നിങ്ങൾ അതേപോലെ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏത് കുടുംബ ഇതായിക്കോട്ടെ, ദേവിയോ ദേവനോ ആയിക്കോട്ടെ, അതിനെ നിങ്ങൾ മോചിപ്പിക്കണം. എങ്ങനെ മോചിപ്പിക്കണം? ഗുരുവിന്റെ സങ്കല്പത്തില് അവർക്ക് മോചനം കിട്ടും. ആരിലൂടെ കിട്ടുള്ളൂ? നിങ്ങൾ വന്ന് യാചിക്കുമ്പോഴേ കിട്ടും. എന്നെപ്പോലെ ആൾക്കാർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒറ്റ ഗുരുപൂജ ചെയ്താൽ പോരെ ഗുരുവേ, 83 കോടി ജനങ്ങളിലുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലേ ചോദിച്ചു. ചെയ്താൽ പോരെ? പറ്റുമോ? പറ്റില്ല. ഗുരു പറഞ്ഞു, പഠിച്ചവനും പഠിക്കാത്തവനും ക്ലാസ് പോകാത്തവനും എറിഞ്ഞവനും ലഹളയുണ്ടാക്കിയവനും ബഹളം ഉണ്ടാക്കിയവനും പഠിച്ചവനും പരീക്ഷ എഴുതിയവനും ഒക്കെയും ഒരു ഘട്ടത്തിലാക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ വരേണ്ട കാര്യമില്ല. ദൈവത്തിന് ഒരു സങ്കല്പം കൊണ്ട് ഇതിനെ മൊത്തം തീർക്കാം. പക്ഷേ ദൈവത്തിനൊരു ധർമ്മമുണ്ട്. എന്താണ്? ഗുരുപരമ്പരയിലൂടെ വന്ന തെറ്റ് നിങ്ങൾ തിരുത്തണം. അതേപോലെ തന്നെ ഈ ഗോത്രത്തിൽ വന്ന തെറ്റ് ആരിലൂടെ തിരുത്തണം? നിങ്ങൾ പോകണം, നിങ്ങൾ യാചിക്കണം ഗുരുവിനോട്. അങ്ങനെ യാചിക്കുമ്പോഴാണ്, നമ്മുടെ യാചനയിലാണ്, ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഇത് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ വീട്ടില് കുട്ടികൾ പഠിക്കാൻ തുടങ്ങും, കുട്ടികൾ ലഹളയ്ക്ക് വരില്ല. അല്ലെങ്കിൽ അച്ഛൻ മക്കളോടൊരു കാര്യം പറഞ്ഞാൽ മതി. എന്തായിരിക്കും കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഭാര്യയും ഭർത്താവും 2 മിനിറ്റിന് മുകളിൽ സംസാരിക്കില്ല. എന്താ കാരണം? കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കും. ഇങ്ങനെ ഒന്നിക്കാൻ പറ്റാത്തൊരു ഗതികേട് നമ്മുടെ വീട്ടിൽ വന്നത് 25 ചതുരവും മുമ്പ് തുടങ്ങിയിട്ടുള്ള ഗതികേടാണ്. ഇത് ഈ ദേശത്തിനും വന്നിരിക്കുന്നു. ഇന്ത്യ രാജ്യം എന്തെങ്കിലും ഒന്നിച്ച് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? തമിഴ്നാട്ടിലെ വെള്ളം അങ്ങോട്ട് വിട്ടു കൊടുക്കുമോ? നമ്മുടെ വെള്ളം അങ്ങോട്ട് വിടുമോ? കർണാടകയുടെ വെള്ളം അങ്ങോട്ട് വരുമോ? ആന്ധ്രക്കാരൻ്റെ വെള്ളം അങ്ങോട്ട് വിടുമോ? ഒക്കെ ഭയങ്കര ഫൈറ്റാണ്. ഇങ്ങനെ വിഭജിച്ച് നിൽക്കുന്ന കർമ്മഗതി ഒന്നാക്കിയിട്ടാണ് ഗുരു പറഞ്ഞത്, ലോക ജനതകൾ ഒന്നാവണം. അതിർത്തികളില്ലാത്ത രാജ്യം വരുമ്പോൾ ഞാനന്ന് വിശ്വസിച്ചില്ല. പക്ഷെ വന്നു തുടങ്ങി. ബ്രിട്ടനിലാണ് വന്നു തുടങ്ങിയത്. ആസിയാന നാടുകൾ എന്നാണ് എൻ്റെ പേര്. അവിടെ അതിർത്തികളില്ല, ഒരൊറ്റ പാസ്പോർട്ട് മതി, എല്ലാവരുടെയും പോകാം. അവിടെ നിന്ന് വന്ന ഒരാൾ ചോദിച്ചു, എന്താണ് റിലീജിയൻ ചോദിച്ചു എന്നോട്. വാട്ട് ഈസ് റിലീജിയൻ ചോദിച്ചു. അവർക്കറിയില്ല. എന്താ കാരണം? അവിടെ മതവുമില്ല. എന്നിട്ട് അവർ ചിരിക്കരുത് ഈ മതങ്ങൾ കേൾക്കുമ്പോൾ, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിലായി, ഗുരു പറയുന്ന ആ ധർമ്മം തിരിച്ചു വരും. മനുഷ്യനാവാൻ ഉയരാനുള്ള ഈ കർമ്മഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തുണ്ടോ അത് തീർക്കുന്നതാണ് നമ്മുടെ കുംഭമേള. അത് കുംഭം എടുക്കണമല്ല അതിൻ്റെ കർമ്മം. അതിലൂടെ എന്തെല്ലാം തരത്തിൽ എൻ്റെ ഗോത്രത്തിൽ തെറ്റുവന്നുണ്ടോ അതെല്ലാം തിരുത്തപ്പെടുക. അങ്ങനെ തിരുത്തപ്പെടാൻ വേണ്ടിയാണ് കുംഭമേള. അത് 27 കഴിഞ്ഞപ്പോൾ 33 ഗുരുവിൻ്റെ. അത് പിന്നെ പറയാം. 27ാമത്തേൽ എന്ത് കിട്ടിയത്? ഇത് തിരുത്താൻ പറ. അതിനുശേഷം ഗുരു യാത്ര ചെയ്തു.
ആ യാത്രയിലാണ് എല്ലാ ക്ഷേത്രത്തിൻ്റെയും പോകുമ്പോൾ ഗുരുവിനോട് കയറരുത് പറയും. ആരാ പറയാ? അറിയോ? ഗുരുവിനോട് ക്ഷേത്രത്തിൽ കയറരുത് പറയും. ആരാ പറയാ? അവിടുത്തെ പ്രതിഷ്ഠയിലിരിക്കുന്ന ശക്തി വിശേഷം ശിശുഭൂതയോടോ സ്വാത്വികനോടോ എന്ന് പറയും. ഗുരു മാറി നിൽക്കും. എന്താ കാരണം? അവർ രക്ഷപ്പെടാനുള്ള ബ്രഹ്മമാണ് വന്നിരിക്കുന്നത്. അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഗുരുവിൻ്റെ കാലിൽ വീഴും. ഇത് കന്യാകുമാരിയിലും ചിദംബരത്തിലും ശുചീന്ദ്രത്തിൽ അപ്പോഴാണ് ഗുരു കാണുന്നത്. അത്രയും മഹർഷി മനസ്സൂയ ദേവി ഇവരെല്ലാം ഗുരുവിൻ്റെ കാലിലാവും നമസ്കരിച്ചു. ഇതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് കന്നി4. കുമ്പെടുക്കണം, മാറാ രോഗങ്ങൾ നമ്മൾ മാറ്റണം. ക്യാൻസറോ ഭ്രാന്തോ ദരിദ്രമോ സമ്പന്നത ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്പന്നത വളരട്ടെ അതിൻ്റെ അർത്ഥത്തിലേ. ഇതേപോലെ തന്നെ നമുക്കുള്ള കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഒത്തൊരുമില്ലായ്മ, ഗുരുവിനോട് വിഭക്തി, അതും വരുന്നതിൻ്റെ ഇടയിൽ. ഇതൊക്കെ എവിടെ കൊണ്ട് ചെയ്യണം? ഈ കന്നി4 നമുക്ക് കിട്ടിയിട്ടുള്ള പൂർണ്ണ കുംഭമേളയ്ക്ക് പോയിട്ട് പ്രാർത്ഥനയോട് അത് എടുക്കണം. അത് പേടിച്ചിട്ടൊന്നും ചെയ്യരുത്. അത് തൊട്ട പ്രശ്നമാണോ, ഇങ്ങനെ ചെയ്ത പ്രശ്നമാണോ, ഇത് കഴിച്ചാൽ പ്രശ്നമാണോ, അത് കഴിച്ചാൽ പ്രശ്നമാണോ, ഇങ്ങനെ പേടിച്ചാൽ അവന് പേടിക്കാനേ സമയമുണ്ടാവും. ഇന്നലെയൊന്നും ആരോ ഒന്ന് ചോദിച്ചു, വ്രതം തുടങ്ങിയതിൻ്റെ പേരിൽ എന്താ തൊട്ട വീട്ടിൽ ആരോ മരിച്ചു, ഞാൻ അവിടെ എത്തി നോക്കി, വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു. ഞാൻ എന്താണ് ഇവരോടൊക്കെ പറയുക? ഇങ്ങനെയൊന്നും അല്ല വ്രതം. വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പുണ്ടോ? വ്രതമേ വേണ്ട. നിങ്ങൾക്ക് ഉറപ്പില്ല, അപ്പോൾ വ്രതം വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികളെ ഇവിടെ നിർത്തി ഇതൊക്കെ പറയും. ഈ മുരളി മാഷൊക്കെ എന്നോട് എപ്പോഴും പറയണ്ട, ആ കുട്ടിയൊക്കെ ഇവിടെ നിന്ന് എന്തായിരുന്നു ആശ്രമത്തിൽ, മറ്റേതാണ് മറിച്ചാണ്, ഇപ്പം എന്താണ്, ഇപ്പം വരാറില്ല, കല്യാണം കഴിഞ്ഞാൽ ആ വഴിക്ക് പോയി. എന്താ? അവിടെ ഉറപ്പില്ല. അവിടെ എനിക്ക് മതവും എൻ്റെ ജാതിയാണ് എനിക്ക് ഉറപ്പ്. അവിടെ ഗുരുവില്ല. കല്യാണം വരുമ്പോൾ അവിടെ എന്തായി? പിന്നെ എനിക്ക് കുമ്പെടുത്തതും മറന്നു, 12 പ്രാവശ്യം കുമ്പെടുത്തതും മറന്നു, ഗുരുവിനെയും മറന്നു, എല്ലാം മറന്നു. പിന്നെ എന്തേ ഉള്ളൂ? എൻ്റെ ജാതി, എൻ്റെ മതം. ഇത് രണ്ടും ദൈവം 25 ചതുരവും മുമ്പ് തെറ്റിയപ്പോൾ ഉണ്ടായ കർമ്മഗതിയാണ്. ഇതിനെയാണ് കയറി പിടിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടാവും? ചവിട്ടിയത് 8 അടി മൂർഖൻ്റെ തലയിൽ ചവിട്ടിയ പോലെയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥന സങ്കല്പം ചിലപ്പോൾ ഇവിടെ കുംഭം നിറച്ചു വയ്ക്കും. ആ ദിവസം അറിയിക്കാം. അത് ഈ പറയുന്ന വെള്ളിയാഴ്ച ആയിരിക്കും അധികം. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും. അവിടുന്ന് ഗുരു അറിയിക്കുന്ന സമയത്ത് നമ്മളിവിടെയും കുംഭം നിറയ്ക്കും. അത് ആരാധന ചെയ്യും. അത് എടുക്കില്ല, അതിവിടെ വെച്ച് ആരാധന മാത്രമേ ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവട്ടെ എന്ന്. ഒന്നും മനസ്സിലായിട്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കുംഭമേളയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ 4 ചോദ്യം ചോദിച്ച് നിങ്ങൾ വട്ടത്തിരിയും കാണുന്നുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനും മനസ്സിലായിട്ടായിരുന്നില്ല. പിന്നെയും പഠിച്ച് കുംഭമേളയ്ക്ക് പോയി നിന്ന് കുംഭത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ഇതിൻ്റെ ഓരോ കാരണങ്ങൾ ഗുരുവിനോട് ചോദിച്ചും അവിടെയുള്ള ആൾക്കാരോടും ചോദിച്ച് അന്ന് കാലത്ത് ഉണ്ടായവരോടും ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോഴാണ് ത്രിമൂർത്തികൾ പോലും ഇതിലൂടെ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടത്. ശങ്കരാചാര്യർ പോലും ഇതിന് മുന്നിൽ വന്ന് നിന്നു പോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിൽ വന്ന ഏത് ദോഷവും, ഏത് മഹാഭാവത്തിലായിക്കോട്ടെ, ഏത് സമ്പന്നതയായിക്കോട്ടെ, ഇതെല്ലാം ഇതിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന കന്നി4 എല്ലാവരും പോകണം. അന്ന് നമ്മുടെ പ്രാർത്ഥനയുണ്ട്, അല്ല 19-ാം തീയതി. പ്രാർത്ഥനയിലും പങ്കെടുക്കാം. 2 കാര്യം കിട്ടും. പ്രാർത്ഥനയിലും പങ്കെടുക്കാം, കുംഭമേളയിലും പങ്കെടുക്കാം. 2 ഗുണം കിട്ടുകയാണ്. അത് വ്രതമായെടുക്കുക. ഇനി പോകാൻ വ്രതം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ തലേ ദിവസം അവിടെ എത്തുക. അന്നേ ദിവസം മുഴുവൻ ആഹാരം അവിടുന്ന് കഴിച്ചാൽ മതി. നിങ്ങളുടെ ശക്തി എത്ര കുമ്പെടുത്താലും നിങ്ങൾ ജാതി മതം വിട്ടാതിരുന്നാൽ ഒരു കാര്യം. അതിൻ്റെ അപകടം ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ സൂക്ഷ്മത്തിൽ പോയി നിങ്ങളുടെ മക്കളെ കൊല്ലുന്നൊരു രഹസ്യമുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇപ്പം പറയുന്നില്ല കേട്ടോ. അത് അടുത്ത പ്രാവശ്യം ഒരു സമയത്ത് അങ്ങനെയുള്ള കുറേ പേരുടെ കുടുംബം എടുത്തിട്ട് ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായ അപകടവും അതിൻ്റെ ദൂഷിപ്പും ഞാൻ പിന്നെ സംസാരിക്കും. ഇപ്പോൾ നിങ്ങളതൊന്നും പഠിക്കണ്ട. ഇപ്പം നിങ്ങൾ ശക്തിയായ രീതിയിൽ ഈ കർമ്മത്തെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഏത് ദോഷങ്ങളും 12 കുംഭം കൊടുക്കുമ്പോൾ ക്യാൻസർ ആയിക്കോട്ടെ, മറ്റേത് രീതി ആയിക്കോട്ടെ, എല്ലാം മാറുന്നുണ്ട്. മാറിയവരുണ്ട്. അത് തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക്
കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡാറ്റകളുണ്ട് നമ്മുടെ. അതുകൊണ്ട് എല്ലാവരും കന്നിനാലിന് അവിടെ എത്തുക, പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് മോചനത്തിനുള്ള വഴി അന്ന് ദിവസം തുറന്നു കിട്ടിയതാണ്. അത് നമുക്കിനി അനുഭവമുള്ള കുട്ടികൾ ജനിക്കണം. എന്നിട്ട് എന്ത് വരണം? പ്രകാശത്തിൻ്റെ ധർമ്മത്തിൽ ജീവിക്കുന്ന മക്കൾ വരണം. എന്നിട്ട് സങ്കല്പത്തിൻ്റെ രീതിയിലുള്ള മക്കൾ വരണം. അതൊക്കെ ഒരുപാടുണ്ട്, നമുക്ക് പിന്നെ പഠിക്കാതെ. അതൊക്കെ പഠിക്കാൻ നിന്നാൽ നമ്മൾ തലചിറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ.